ഹലോ ഫ്രണ്ട്സ്, ഞാൻ കാർത്തിക. ഇതെൻ്റെ സെക്കൻഡ് നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. സെപ്റ്റംബർ 9, 2025 എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. രാവിലെ ഒരു 6 മണിയായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫ്ലൂയിഡ് ലീക്കായെന്ന്. ആ മൊമെൻറ്റിൽ തന്നെ എനിക്ക് മനസ്സിലായി ടൈമായെന്ന്. പെട്ടെന്ന് റെഡിയായി ഹോസ്പിറ്റലിൽ പോയി. അവർ നേരെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ നേരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. ആകെപ്പാട് ടെൻഷനായിരുന്നു. സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ടാണ് ഇത്ര ടെൻഷൻ. നമുക്ക് ഫസ്റ്റ് ഡെലിവറിയിലെ പെയിനൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു 9 മണിയായപ്പോഴാണ് പെയിൻ സ്റ്റാർട്ടായത്. ആദ്യം മാനേജബിൾ ആയിരുന്നു, പിന്നെ ഗ്രാജുവലി വളരാൻ തുടങ്ങി. സെക്കൻഡ് ടൈം ആയതുകൊണ്ട് ഞാൻ മനസ്സിനെയൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ബോഡി അത്രയും ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പെയിൻ അത്രയും ഇൻറ്റൻസായി. എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ അന്നമ്മ ഡോക്ടറാണ്. ഞാനവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കൊരു തരി പോലും പെയിൻ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റിലത്തെ ഡെലിവറിക്ക് ഇത്രയും പെയിൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതോ മറന്നു പോയതാണെന്നും അറിയത്തില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എല്ലാ പെയിനും മറന്നു. സെക്കൻഡ് ഡെലിവറി ആണെങ്കിലും ആ ഫീലിങ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബേബി ബോയ് ആയിരുന്നു. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഷാജി സാറാണ്. നമ്മൾ 4 hours NIC ഒബ്സർവേഷൻ വെക്കും, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. ഇത് കുഞ്ഞിന്റെ ഫയൽ എടുപ്പിക്കാൻ റിസപ്ഷനിൽ കൊടുക്കണം കേട്ടോ. കുഞ്ഞിന് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഫയൽ എടുക്കാൻ കൊടുത്താൽ കേട്ടോ. NIC അവിടെയാണ് കേട്ടോ. കുഞ്ഞിന് NIC വെച്ചിട്ടുണ്ട്. വിളിക്കാം. റൂം എത്രയായിരുന്നു? 511. ഇനി എന്തെങ്കിലും അങ്ങനെ വിളിക്കും. 4 hours ഒബ്സർവേഷൻ നോക്കുന്നതിന്റെ ബാക്കി ഫോട്ടോ എടുത്തിട്ട് മെയിൽ ബേബി സെക്സും കൂടി കാണും കേട്ടോ. കേട്ടോ 2.61 2.6. ഡെലിവറി കഴിഞ്ഞപ്പോൾ എന്നെ 6 മണിക്കൂർ ഒബ്സർവേഷനിലിരുത്തി. അപ്പോൾ ഫുൾ ടയേർഡായിരുന്നു, പക്ഷെ മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ റൂമിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ നിലയാണ് റൂം. ലേബർ റൂം 2ാമത്തെ നിലയിലാണ്. ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ സമാധാനത്തിൽ ഞാൻ റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ലിഫ്റ്റ് കയറി 5ാം നിലയിലെത്തി. 511 റൂം എത്തിയിട്ടുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാവേനെ കൊണ്ടുവരികയാണ്. കുഞ്ഞാവേനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി. ഞാനോർത്ത് അവന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കുമെന്ന്. അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എല്ലാവരും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. രാത്രിയിൽ എന്ത് ഫുഡ് കഴിക്കണം അതിനെപ്പറ്റിയായിരുന്നു കുറച്ച് നേരം സംസാരിച്ചിരുന്നത്. എനിക്ക് ലൈറ്റ് ഫുഡേ കഴിക്കാവുള്ളൂ. 3 ദിവസം കട്ടി ഫുഡൊന്നും കഴിക്കല്ലോ 3 ദിവസം. ഭയങ്കര വേദനയാ, രക്ഷയില്ല. മതി എന്തോ അതിലേട്ടാ
അച്ഛൻ്റെ ഒരു ഫോട്ടോ വിളിച്ചപ്പം പപ്പായ സെപ്റ്റംബർ 11 ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആണ്. വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഡിസ്ചാർജായി. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ല്. ടാറ്റാ ബൈ ബൈ, സീ യു.